കരിമ്പൽ തീരത്തെ ബോട്ട് അപകടത്തിൽ കുന്നുമ്മൽ കുടുംബത്തിലെ 11 ജീവനുകളാണ് പൂരപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മറിഞ്ഞത്. ഏകനായ കുന്നുമ്മൽ സെയ്തലവി സങ്കടക്കടൽ നെഞ്ചിലേറ്റി ഓരോ ദിനവും പിന്തള്ളുകയാണ്. രാത്രി കിടക്കുമ്പോഴായാലും എവിടെ പോയാലും നമുക്ക് ഓർമ്മകളാണ് അവരെ. എപ്പോഴും നമ്മളെ മനസ്സിൽ അവരെ ഓർമ്മകൾ തന്നെ വന്നുകൊണ്ടേ നിൽക്കാനാണ്. കാരണം കുട്ടികളെന്ന് അറിയില്ല, അങ്ങനെ കുട്ടികൾ നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാണ്ടാക്കിയത്. ഇത് പറയാൻ തന്നെ നമുക്കൊരു വാക്കുകൾ കിട്ടുന്നില്ല. സെയ്തലവിയുടെ നോവിന് പൂരപ്പുഴയേക്കാൾ ആഴമുണ്ട്. ഭാര്യ സീനത്തും 4 മക്കളും, സഹോദരന്റെ ഭാര്യയും 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 4 മക്കളും. താനൂർ ദുരന്തത്തിന്റെ നൊമ്പരം പേറി മരിച്ചു ജീവിക്കുകയാണ് സെയ്തലവിയും ഉമ്മയും. നമ്മളായിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ കൂടെ നിൽക്കുമ്പോഴാണ് ഉമ്മാൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഉമ്മാനെ നിർത്തി കഴിഞ്ഞാൽ ഉമ്മാൻ്റെ മൈൻഡ് വേഗം മാറിയിട്ട് വേഗം കുട്ടികളെ ശ്രദ്ധയിലേക്ക് വന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. അത് രാത്രിയൊക്കെ ഉറങ്ങാൻ നമ്മളെ കെടുക്കാൻ നേരത്ത് പിച്ചുമ്പയൊക്കെ പറയണം. നമ്മളെ കുട്ടികളെ പേര് ഉമ്മ വിളിക്കുകയാണ് രാത്രിയൊക്കെ. അപ്പോൾ നമ്മളൊരിക്കൽ ഇതെന്താണെന്ന് അറിയാണ്ട് നമ്മൾ ചെന്ന് നോക്കിയാൽ ഉറക്കത്തിന് ഇങ്ങനെ കരയണ ആൾ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊടുക്കാനുണ്ട്. പ്രതികൾ ഇപ്പോഴും കൺമുന്നിലൂടെ വിഹരിച്ച് നടക്കുമ്പോൾ നടപടിയെടുക്കാൻ അപകടത്തെക്കാൾ വലിയ എന്ത് തെളിവാണ് വേണ്ടതെന്നാണ് സെയ്തലവിയുടെ ചോദ്യം. പ്രതികളൊക്കെ എന്താണ് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ റോട്ടിൽ കൂടി നമ്മളെ കൊഞ്ഞനം കാണിച്ച് പോകുന്നവരാണ് ഇപ്പോൾ പോകുന്നത്. എത്രയോ വട്ടം ഇതിലെ പോയിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. എന്നൊക്കെ ഒരു കൊല്ലമായിട്ടും കേസ് എവിടെ എത്തില്ല. പേപ്പറിൽ നമ്മളിങ്ങനെ വായിക്കാന്നല്ലാതെ കേസ് എവിടെ എത്തിയിട്ടില്ല എന്ന് വരെ. കുന്നുമ്മൽ കുടുംബത്തിലെ തന്നെ ജാബിറിന് ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ടു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 2 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ജീവിതമാണിനി. ഇവരുടെ ചികിത്സയ്ക്കായി നഷ്ടപരിഹാരമായി കിട്ടിയ തുക മുഴുവൻ ചെലവഴിച്ചു. ആകെയുള്ള വള്ളവും വിറ്റു. ഇപ്പോഴും ചികിത്സയ്ക്കായി ഒരു സഹായവും ലഭിക്കുന്നില്ല. ഈ വാക്കു പറഞ്ഞ ആരായാലും, അധികാരികളായാലും സർക്കാരായാലും ആരായാലും, ആ പൈസ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അവർ കണ്ണുണ്ടായിരുന്നിട്ടും കാണാൻ കഴിയുന്നില്ല, അവർക്ക് ചെവി ഉണ്ടായിരുന്നിട്ടും കേൾക്കാൻ കഴിയുന്നില്ല. ജീവിതമേ തകർന്നു. ഇനി നീതിയെങ്കിലും ഉറപ്പാകണം. ഒരു ദുരന്തം ബാക്കിയാക്കിയ ഹൃദയഭേദകമായ കാഴ്ചകളാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.